സൗകര്യം കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ അസൗകര്യം കൊണ്ടാണ് മാറ്റിയത്. നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ. തദ്ദേശ സ്ഥാപനങ്ങളെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങളിലൂടെയുള്ള സേവനങ്ങളുടെ വേഗം വർദ്ധിപ്പിക്കുന്നതിനും അവയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കുന്നതിനുമൊക്കെയുള്ള ഒട്ടേറെ നടപടികളാണ് ഈ കാലയളവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കെ സ്മാർട്ടൊക്കെ പോലുള്ള, നേരത്തെ ILGMS, അതിനുശേഷം കെ സ്മാർട്ട്, ഇതെല്ലാം സേവനങ്ങളുടെ വേഗം വർദ്ധിപ്പിക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു. അതോടൊപ്പം നിലവിലുള്ള ചട്ടങ്ങൾ, നിയമങ്ങൾ അത് പലതും പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നും കാണുന്നുണ്ട്. അതിനുള്ള നടപടികൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വീകരിച്ച നടപടികളെല്ലാം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമത കൈവരിക്കാൻ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നത്. തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള തീരുമാനം സർക്കാരിൽ നിന്നുണ്ടാവണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ തന്നെ അധ്യക്ഷന്മാർ പലപ്പോഴായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, തനത് വരുമാന വർധനവ് ഇപ്പോൾ സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റ് ലഭിക്കുന്നതിനുൾപ്പെടെ മാനദണ്ഡമായി മാറുകയാണ്. ഇത്തവണ സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റ് കേരളത്തിലെ 24 നഗരസഭകൾക്ക് ചില്ലിക്കാശ് കിട്ടിയിട്ടില്ല. അതിന് കാരണം നഗരസഭകളുടെ, ആ 24 നഗരസഭകളുടെ തനത് വരുമാനത്തിലെ വളർച്ച സംസ്ഥാന GDPയുടെ വളർച്ചാ നിരക്കിനേക്കാൾ താഴെയാണ് എന്നതാണ്. അപ്പോൾ കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന ഒരു മാനദണ്ഡമാണ് CFC ഗ്രാന്റ് നഗരസഭകൾക്ക് കിട്ടണമെങ്കിൽ അവരുടെ നികുതി വരുമാന വളർച്ച സംസ്ഥാന GDPയുടെ ശരാശരി വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന് അതിനൊപ്പമെങ്കിലും ആവണം എന്നതാണ്. അതിനൊപ്പമാവണം എന്ന മാനദണ്ഡം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ ഇത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന പരിമിതമായ ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റ് പോലും കിട്ടുന്നതിന് തടസ്സമാവും എന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, സംസ്ഥാന ധനകാര്യ കമ്മീഷനും 6ാം ധനകാര്യ കമ്മീഷനും തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് നിർദ്ദേശിച്ചിരുന്നു. ഒട്ടേറെ നടപടികൾ ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ സഭയിൽ മേശപ്പുറത്ത് വെച്ച CAG റിപ്പോർട്ടിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടത്ര നടപടികൾ സ്വീകരിക്കാത്തതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. കേരളത്തിൽ അനേകം തദ്ദേശ സ്ഥാപനങ്ങൾ ശമ്പളം കൊടുക്കാൻ പോലും കഴിയാതെ സംസ്ഥാന സർക്കാർ നൽകുന്ന ഗ്യാപ് ഫണ്ടിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. ആ ഗ്യാപ് ഫണ്ട് കിട്ടിയാൽ മാത്രമേ ശമ്പളം കൊടുക്കാൻ തികയൂ എന്ന സ്ഥിതിയുള്ള പഞ്ചായത്തുകൾ മാത്രമല്ല, നഗരസഭകൾ വരെയുണ്ട്. ഇതിനിടയിലാണ് 2018 പ്രളയം, പിന്നെ 19 ഏതാണ്ട് അതുപോലെ തന്നെ ആവർത്തിച്ച പ്രളയം, മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ, കോവിഡ് മഹാമാരി, ഇതെല്ലാം വന്നുപെട്ടത്. ഇത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മേൽ വലിയ ഭാരം, സംസ്ഥാന സർക്കാരിന് എന്നതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും വലിയ ഭാരം സൃഷ്ടിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അധിക ചെലവുണ്ടായിട്ടുണ്ട്, വരുമാന ശോഷണവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ വലിയ തോതിലുള്ള വരുമാന ശോഷണം തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇതെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തെയും അവരുടെ തനത് ഫണ്ടിനെയും സാരമായി ബാധിച്ചതാണ്. അതേസമയം അവരുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു വരികയുമാണ്. ആളുകൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന്. അപ്പോൾ ഉത്തരവാദിത്തങ്ങളുടെ ബാഹുല്യം, ജനങ്ങളുടെ വലിയ പ്രതീക്ഷ ഒരു ഭാഗത്ത്, എന്നാൽ വരുമാനത്തിലുണ്ടായിട്ടുള്ള ശോഷണം
ആനുപാതികമായി വരുമാനം വർദ്ധിക്കാത്തത്, ഈ പ്രശ്നങ്ങൾ മറുഭാഗത്ത്. ഇത് സർക്കാർ ഗൗരവമായി തന്നെ കണക്കിലെടുക്കുകയുണ്ടായി. ഇപ്പോൾ വസ്തുനികുതി പരിഷ്കരിക്കാൻ ഉള്ള ശുപാർശ 6ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശയായിരുന്നു. 2013 ഇതിനു മുമ്പ് വസ്തുനികുതി പരിഷ്കരിച്ചത്. 2013 ധനകാര്യ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 18 വസ്തുനികുതി പരിഷ്കരണം പിന്നീട് നടപ്പാക്കേണ്ടതായിരുന്നു. പക്ഷെ അപ്പോഴാണ് പ്രളയമുണ്ടായത്. അപ്പോൾ ഒരു വർഷം മാറ്റിവെച്ചു. 19 നടപ്പാക്കാമെന്ന് കരുതി. വീണ്ടും ഏറെക്കുറെ സമാനമായൊരു പ്രളയം ആവർത്തിച്ചു. വീണ്ടും ഒരു വർഷത്തേക്ക് മാറ്റിവെച്ചു. അപ്പോൾ 2020 കോവിഡ് വന്നു, നടപ്പാക്കാനായില്ല. 2023 ഒടുവിൽ 2013 ശേഷം 10 വർഷം കഴിഞ്ഞാണ് വസ്തുനികുതി പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ വസ്തുനികുതി ഘടനയുടെ സ്ലാബ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുകയും ഓരോ തദ്ദേശ സ്ഥാപനവും ആ സ്ലാബിൽ നിന്ന് അനുയോജ്യമായ അവർ തീരുമാനിക്കുന്ന ഒരു നികുതി നിരക്ക് നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. വസ്തുനികുതിയിൽ ഒറ്റയടിക്ക് 25% വർദ്ധിപ്പിക്കണം എന്നതാണ് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ. ആക്ടിലുള്ള വ്യവസ്ഥയും അതാണ്. 25% വർധനവ് 5 വർഷം കൂടുമ്പോൾ വേണം എന്നതാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആക്ടിൽ തന്നെയുള്ള വ്യവസ്ഥയാണ്, കമ്മീഷന്റെ ശുപാർശയുമാണ്, ഫിനാൻസ് കമ്മീഷൻ ശുപാർശയുമാണ്. അതുകൊണ്ട് വർധന ഒഴിവാക്കാനാവില്ല. അങ്ങനെ വർധന വേണ്ടെന്ന് വെച്ചാൽ അത് പല തരത്തിൽ ഉള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടാനിടയാക്കും, ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ. പക്ഷെ സർക്കാർ തീരുമാനിച്ചത് ഒറ്റയടിക്ക് 25% വർധനവ് നടപ്പാക്കേണ്ട എന്നതാണ്. കാരണം വസ്തുനികുതി എല്ലാ വർഷവും കൊടുക്കേണ്ടി വരുന്ന ഒന്നാണ്. അപ്പോൾ 25% വർധനവ് വരുമ്പോൾ എല്ലാ വർഷവും ഈ ഭാരം വരും. അത് ലഘൂകരിക്കണം എന്നാണ് സർക്കാർ കണ്ടത്. അങ്ങനെയാണ് ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ട് 25% എന്നത് 5% വീതമാക്കിയിട്ട് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ വരുമ്പോൾ ആദ്യ വർഷം 20%, തുടർന്നുള്ള വർഷങ്ങളിൽ 15, 10, 5% വീതം വസ്തുനികുതി അടയ്ക്കുന്ന ഓരോരുത്തർക്കും ഇളവ് ലഭിക്കുകയാണ്. ഉദാഹരണത്തിന് 1000 രൂപ വസ്തുനികുതി അടയ്ക്കുന്ന ഒരാൾക്ക് 25% തൊട്ടടുത്ത വർഷം തന്നെ 1250 രൂപ അടയ്ക്കേണ്ടി വരും. എന്നാൽ 5% വർധനവ് ലഘൂകരിക്കുമ്പോൾ തൊട്ടടുത്ത വർഷം 1050 രൂപ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. 50 രൂപയുടെ വർധനവേ വരുന്നുള്ളൂ. 200 രൂപയുടെ കുറവ് വന്നു. അതിൽ ഈ വസ്തുനികുതി പൂർണ്ണമായും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പോകുന്നതാണ്, സർക്കാരിന് പോകുന്നതല്ല. അപ്പോൾ സർക്കാർ കണ്ടത് എല്ലാ വർഷവും വസ്തുനികുതി അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ ഭാരം എല്ലാ വർഷവും അവർ അധിക തുക കൊടുക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് 25% ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കേണ്ടതില്ല, പകരം 5% വീതം വർദ്ധിപ്പിച്ചാൽ മതി എന്ന് കണ്ടത്. പിന്നെ ഒരു നടപടി സർക്കാർ സ്വീകരിച്ചത് നിർമ്മാണത്തിന്റെ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിക്കാൻ ഉള്ള ഒരു നടപടിയാണ്. അത് വേണ്ടത്ര ചർച്ചയും ആലോചനയും എല്ലാം താരതമ്യ പഠനവും ഒക്കെ നടത്തിയിട്ടാണ് പരിഷ്കരിക്കാൻ തീരുമാനിച്ചത്. നിലവിൽ കേരളത്തിൽ ഉള്ളത് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കുകളായിരുന്നു. സ്ക്വയർ മീറ്ററിന് 7 രൂപ എന്നതാണ് ഗ്രാമപഞ്ചായത്തുകളിൽ, 15 രൂപയാണ് നഗരസഭകളിലുണ്ടായിരുന്ന നിരക്ക്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ നിരക്കുകളെല്ലാം പരിഗണിച്ചുകൊണ്ട് ന്യായമായും പരിഷ്കരിക്കാവുന്ന ഒരു നികുതി പെർമിറ്റ് ഫീസാണ് എന്ന് സർക്കാർ കാണുകയുണ്ടായി. കാരണം പെർമിറ്റ് ഫീസ് വൺ ടൈം ആണ്. നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ പെർമിറ്റ് എടുക്കുമ്പോൾ മാത്രം കൊടുക്കേണ്ട ഒന്നാണ്. അപ്പോൾ എല്ലാ വർഷവും കൊടുക്കേണ്ട ഒരു ബാധ്യതയായിട്ടത് മാറുന്നില്ല. നിലവിൽ ഏറ്റവും കുറവാണ്, വർഷങ്ങളായിട്ട് പരിഷ്കരിച്ചിട്ടുമില്ല. അത്തരമൊരു ഫീസ് പരിഷ്കരിക്കുന്നതായിരിക്കും ഉചിതം എന്ന് കാണുകയുണ്ടായി. അങ്ങനെ പരിഷ്കരിക്കുമ്പോൾ തന്നെ 80 സ്ക്വയർ മീറ്റർ വരെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 867 സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടങ്ങളെ പൂർണ്ണമായും ഈ വർധനവിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അവർക്ക് നിലവിലുള്ള നിരക്ക് എന്താണോ അതുതന്നെയാണ് തുടർന്നും ഉണ്ടാവുക എന്ന് തീരുമാനിച്ചിരുന്നു.
മറ്റുള്ളവർക്കാണ് വർധന നടപ്പാക്കിയത്. ആ വർധനവ് തന്നെ സ്ലാബ് അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ 80 മുതൽ 181 മുതൽ 150 വരെ ഒരു സ്ലാബ്, 151 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ ഒരു സ്ലാബ്, 300 സ്ക്വയർ മീറ്ററിന് മുകളിൽ ഒരു സ്ലാബ്. വർധനവിൻ്റെ തോതും വ്യത്യസ്തമായിരുന്നു. ആദ്യ സ്ലാബ് സാധാരണഗതിയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കും ഇതിൽ വരിക. അതിൻ്റെ വർധനവിൻ്റെ തോത് കുറഞ്ഞതാണ്. അടുത്ത സ്ലാബ് കുറച്ചുകൂടി ഉയർന്നതാണ്. 300-ന് മുകളിലുള്ളത് കുറച്ച് ഗണ്യമായിട്ട് ഉയർന്ന സ്ലാബാണ്. ആ നിലയിലാണ് സർക്കാർ അത് നിശ്ചയിച്ചിരുന്നത്. ഈ പെർമിറ്റ് ഫീസും പൂർണ്ണമായും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാത്രമുള്ള വരുമാനമാണ്. ചില്ലിക്കാശ് പോലും സംസ്ഥാന സർക്കാരിന് അതിൽ നിന്ന് കിട്ടുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ ആ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഒക്കെയാണ് ഇത് ചെലവഴിക്കുന്നത്. അവരുടെ തനത് ഫണ്ടിലേക്കാണ് അത് പോകുന്നത്, ഓൺ ഫണ്ടിലേക്കാണ് പോകുന്നത്. ഇതിലുണ്ടാവുന്ന ഈ പരിഷ്കരിക്കുന്നതിലൂടെ ഉണ്ടാവുന്ന വർധനവ് തനത് ഫണ്ട് വർദ്ധിക്കാനിടയാക്കും. അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കാൻ സഹായിക്കും. പക്ഷേ നമ്മൾ കണ്ടത് വ്യാപകമായൊരു പ്രചരണം നടക്കുന്നതാണ്. സർക്കാർ എന്തോ കൊള്ളയടിക്കുന്നു, ഇത് മുഴുവൻ സർക്കാരിനുള്ളതാണ് എന്ന നിലയിലുള്ള ഒരു പ്രചരണം പിന്നീട് നടത്തുന്നതാണ് കണ്ടത്. യഥാർത്ഥത്തിൽ 2023 ഏപ്രിൽ 10 മുതലാണ് പെർമിറ്റ് ഫീ വർധനവ് നിലവിൽ വന്നത്. ഏപ്രിൽ 10-ന് നിലവിൽ വന്നെങ്കിലും പ്രത്യക്ഷത്തിൽ വലിയ ഒരു പ്രതിഷേധമോ എതിർപ്പോ ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ വന്നിരുന്നില്ല. അതിനുശേഷം നിയമസഭാ സമ്മേളനം പലതവണ നടന്നു. ഒരിക്കൽ പോലും നിയമസഭയിൽ ഈ കഴിഞ്ഞ ജൂണിന് മുമ്പ് ഒരിക്കൽ പോലും ഈ വിഷയം ഉയർന്നു വന്നിട്ടേയില്ല, ആരും ഉന്നയിച്ചിരുന്നില്ല. ആദ്യമായിട്ട് പ്രതിപക്ഷം നിയമസഭയിൽ ഇക്കാര്യം ഉന്നയിച്ചത് ഈ കഴിഞ്ഞ ജൂൺ 12-നാണ്, ഒരു ശ്രദ്ധ ക്ഷണിക്കലായി. അതായത് ഇത് നടപ്പാക്കി 14 മാസത്തിന് ശേഷമാണ്. 2023 ഏപ്രിൽ 10-ന് നടപ്പാക്കി തുടങ്ങി. 2024 ജൂൺ 12-നാണ് പ്രതിപക്ഷം ആദ്യമായി നിയമസഭയിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ കൊണ്ടുവന്നത്. അത് തന്നെ നേരിട്ട് പെർമിറ്റ് ഫീസ് വർധനവിനെ കുറിച്ച് പറഞ്ഞല്ല, കെട്ടിട നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഒരു എതിർപ്പ് സഭയിൽ ഉയർത്തിക്കൊണ്ടുവന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ശേഷമാണ്. അതുവരെ പ്രതിപക്ഷം ഒരു തരത്തിലും ഈ പ്രശ്നം സഭയിൽ ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ താഴെ UDF ഭരിക്കുന്ന നഗരസഭകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ ഒക്കെ സ്വീകരിച്ച സമീപനം വളരെ വഞ്ചനാപരമായൊരു സമീപനമായിരുന്നു. അവർ പെർമിറ്റ് ഫീസ് വാങ്ങില്ല, വർദ്ധിപ്പിച്ചത് വാങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചു, പ്രമേയം പാസാക്കി. പക്ഷേ ഈ പുതുക്കിയ ഫീസ് അവരെല്ലാവരും വാങ്ങിയിട്ടുണ്ട്. ഈ കഴിഞ്ഞൊരു വർഷമായിട്ടത് വാങ്ങിയിട്ടുണ്ട്. ആ പണം മുഴുവൻ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കപടമായിട്ടുള്ള നീക്കം ആണ് പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എൻ്റെ കൈവശം ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഉണ്ടായിട്ടുള്ള അധിക വരുമാനത്തിൻ്റെ കണക്കുണ്ട്, ഓരോരുത്തരും വാങ്ങിയിട്ടുണ്ട്. കേരളത്തിലാകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അധിക വരുമാനം ഇതിലൂടെ ലഭിച്ചത് 177.9 കോടി രൂപയുടേതാണ്. 177.9 കോടി രൂപയുടെ പെർമിറ്റ് ഫീ വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അതോടൊപ്പം വളരെ വിപ്ലവകരമായൊരു പരിഷ്കാരം സർക്കാർ നടപ്പാക്കിയിരുന്നു. നഗരങ്ങളിൽ 300 ചതുരശ്ര മീറ്റർ വരെയുള്ള ലോ റിസ്ക് കെട്ടിടങ്ങൾക്ക് സെൽഫ് സർട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ തത്സമയം തന്നെ പെർമിറ്റ് അനുവദിക്കാൻ കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ സംവിധാനമൊരുക്കി. അതായത് നേരത്തെ ഉള്ളതുപോലെ അപേക്ഷിക്കുന്നു, പിന്നെ പരിശോധന നടത്തുന്നു, ഓവർസിയറുടെ പരിശോധന, എയുടെ പരിശോധന, മാസങ്ങളെടുക്കുന്നു എന്ന സ്ഥിതിവിശേഷം ഇല്ലാതായി. 300 സ്ക്വയർ മീറ്റർ വരെയാണെങ്കിൽ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തത്സമയം പെർമിറ്റ് കൊടുക്കുന്ന വിപ്ലവകരമായിട്ടുള്ള പരിഷ്കാരം. പലപ്പോഴും ഈ പെർമിറ്റിലെ നടപടിക്രമങ്ങൾ, ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അഴിമതിക്കിടയാക്കുന്നു എന്നുള്ള വലിയ ആക്ഷേപം വന്നിരുന്നു. അഴിമതി
പൂർണ്ണമായിട്ടും തടയാൻ സഹായിക്കുന്ന നിലയിലാണ് സ്വയം സാക്ഷ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പെർമിറ്റ് കൊടുക്കാൻ സർക്കാർ സൗകര്യമൊരുക്കിയത്. കെ സ്മാർട്ട് ജനുവരി 1 മുതൽ നടപ്പാക്കി. ജനുവരി 1 മുതൽ നടപ്പാക്കിയ കെ സ്മാർട്ടിലൂടെ 6 മാസം കൊണ്ട് 8807 പെർമിറ്റുകളാണ് നഗരങ്ങളിൽ കൊടുത്തത്. മിനിറ്റുകൾക്കകമാണ് ഈ പെർമിറ്റ് കൊടുത്തത്. അപേക്ഷിച്ചാൽ മിനിറ്റുകൾക്കകം പെർമിറ്റ് കിട്ടിയതാണ് ഞാൻ പറഞ്ഞത്. 8807 പെർമിറ്റുകളാണ് കൊടുത്തത്. 6 മാസത്തെ കണക്കാണ്, നഗരങ്ങളിൽ മാത്രമാണ്. പിന്നെ ഈ പെർമിറ്റ് ഫീസും നികുതിയൊക്കെ പരിഷ്കരിച്ചത് നിർമ്മാണ മേഖലയെ ആകെ തളർത്തി, അല്ലെങ്കിൽ തളർത്തും എന്നായിരുന്നു പ്രചരണം. പക്ഷേ അനുഭവം മറിച്ചാണ്. 2022-23 ഗ്രാമപഞ്ചായത്തുകളിൽ അനുവദിച്ച പെർമിറ്റുകളുടെ എണ്ണം 3,28,518. 23-24 3,59,331. അതായത് 30,813 പെർമിറ്റുകൾ അധികമാണ് നൽകിയിട്ടുള്ളത്. കെട്ടിട നിർമ്മാണ പെർമിറ്റിന്റെ വർധനവ് 9.37%. 9.37% വർധനവാണ് ഈ പെർമിറ്റ് ഫീസ് പരിഷ്കരണം നടത്തിയ ഒരു സാമ്പത്തിക വർഷത്തിലുണ്ടായത്. നഗരങ്ങളിലെ പെർമിറ്റ് ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചത്. 20,311 നിന്ന് 40,401 വർദ്ധിച്ചു. വൻകിട കെട്ടിടങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവാണ്. ഇപ്പോൾ കേരളയുടെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ കണക്കുകൾ അനുസരിച്ച് 2022 159 പ്രോജക്റ്റുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്. 2022 23 അത് 211 വർദ്ധിച്ചു. അതായത് പെർമിറ്റ് ഫീ വർധന നടപ്പാക്കിയ സാമ്പത്തിക വർഷം 32.7% വർധനവാണ് ഈ വൻകിട നിർമ്മാണ പ്രോജക്റ്റുകളുടെ കാര്യത്തിലുണ്ടായത്. 2023 മാത്രം രജിസ്റ്റർ ചെയ്തത് 6,800 കോടി രൂപയുടെ വൻ ഭവന സമുച്ചയങ്ങളാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ മുതൽ മുടക്ക് 6,800 കോടി രൂപയുടേതാണ്. 2023 കണക്ക് റെറ പുറത്തുവിട്ട കണക്കാണ്. അപ്പോൾ നിർമ്മാണ മേഖലയെ സാരമായി ബാധിക്കും എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ വസ്തുതാപരമല്ല എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. സ്വയം സംസാരിക്കുന്ന കണക്കുകളാണ് ഇതെല്ലാം. യഥാർത്ഥത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ സാമ്പത്തികമായിട്ട് വലിയ തോതിൽ ഇത് സഹായിച്ചിട്ടുണ്ട്. അതായത് പറഞ്ഞത് 177.9 കോടി രൂപയുടെ അധിക വരുമാനം തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ടായി. ഇപ്പം നേരത്തെ ഈ ഗ്യാപ് ഫണ്ട് കൊണ്ട് മാത്രം ശമ്പളം കൊടുത്തിരുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം 68 2022-23. ഇതിനുശേഷം 45 കുറഞ്ഞു. പഞ്ചായത്തുകളുടെ എണ്ണമാണ്. മുനിസിപ്പാലിറ്റികൾക്ക് 10 ഗ്യാപ് ഫണ്ട് കൊടുക്കേണ്ടിയിരുന്നു, അത് 6 കുറഞ്ഞു. അപ്പോൾ അവരുടെ വരുമാനത്തിൽ അത് ഗണ്യമായി പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഈ പറഞ്ഞ നിലയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിലയിലുള്ള പ്രചരണമാണ് വ്യാപകമായി നടത്തിയത്. ഇത് മുഴുവൻ സർക്കാരിനാണ് എന്നും സർക്കാർ നികുതി കൊള്ള നടത്തുകയാണെന്നും സർക്കാർ ഈ കൊള്ളയടിക്കുന്ന പണം ഉപയോഗിക്കുകയാണ് എന്നുമൊക്കെയുള്ള തീർത്തും അടിസ്ഥാനരഹിതമായ, എല്ലാവർക്കും വസ്തുതാവിരുദ്ധമാണെന്ന് അറിയുന്ന കാര്യം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രതിപക്ഷം വളരെ വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചത്. പ്രത്യക്ഷത്തിൽ നിയമസഭയിൽ എതിർക്കാതിരിക്കുക, പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പ്രമേയം പാസ്സാക്കുക, ഇത് വാങ്ങില്ല എന്ന് പറഞ്ഞ് എന്നിട്ടിത് വാങ്ങി ഉപയോഗിക്കുക, പഴി മുഴുവൻ സർക്കാരിൻ്റെ തലയിൽ ഇടുക എന്ന ഒരു വഞ്ചനാപരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ആ വഞ്ചനാപരമായിട്ടുള്ള നിലപാട് അറിയണമെങ്കിൽ ഈ പ്രമേയം പാസ്സാക്കിയ പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഈ നികുതി പിരിച്ചതെന്ന് കൂടി നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, വസ്തുനികുതിയുടെ കാര്യത്തിൽ സ്ലാബ് സർക്കാർ നിശ്ചയിക്കുകയാണ് ചെയ്യുക. സ്ലാബിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക് അവർക്ക് സ്വീകരിക്കാം. പക്ഷെ എതിർത്ത മിക്കവാറും പ്രതിപക്ഷ സ്ഥാപനങ്ങൾ, പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ സ്ലാബിലെ ഏറ്റവും കുറഞ്ഞ നിരക്കല്ല നടപ്പാക്കിയിട്ടുള്ളത്. പ്രമേയം പാസ്സാക്കലും പ്രസ്താവന കൊടുക്കലും നന്നായിട്ട് നടന്നു, പക്ഷെ ഉയർന്ന നിരക്കാണ് അവർ ഈടാക്കിയത്. ഇങ്ങനെയാണ് ജനങ്ങളെ വഞ്ചിച്ചത്. ഇതിൻ്റെ നേട്ടം പരമാവധി പ്രയോജനപ്പെടുത്തുകയും
പഴി മുഴുവൻ സർക്കാരിൻ്റെ തലയിലിടുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പം അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു പുനഃപരിശോധന, സർക്കാർ ഈ പഴി മുഴുവൻ ചുമക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ടുള്ള നടപടിയായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. ഇങ്ങനെ ഒരു വലിയ നികുതി ഭാരമാണ് ഒറ്റയടിക്ക് ഇത്രയും വർദ്ധിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു പൊതു അഭിപ്രായവും വന്നത് സർക്കാർ ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ഇളവുകൾ വരുത്താൻ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ 50%-ലധികം, ഏതാണ്ട് 60% വരുന്ന ഇളവുകൾ വരുന്നുണ്ട്. 80 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ നേരത്തെ തന്നെ പെർമിറ്റ് ഫീസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. 81 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് 50% പെർമിറ്റ് ഫീസ് കുറയും. 81 സ്ക്വയർ മീറ്റർ മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ. എൻ്റെ വിശദമായിട്ടുള്ള കണക്ക് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. 81 സ്ക്വയർ മീറ്റർ മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് വീടുകൾക്ക് 50% വരെ പെർമിറ്റ് ഫീ കുറയും. അതെ, 50% എന്ന് നിങ്ങൾ അതിൽ ഒരു വാക്കിൽ പിടിച്ചിട്ട് ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കണ്ട. 50% കുറയും. കോർപ്പറേഷനിൽ 81 മുതൽ 180 ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് ഏതാണ്ട് 60%-ഓളം കുറയുന്നുണ്ട്. കാരണം അവിടെയാണ് ഗണ്യമായ വർധനവ് വന്നത്. കോർപ്പറേഷനിൽ വർധനവിന്റെ തോത് കുറച്ച് ഉയർന്നതായിരുന്നു. അതെ, 81 മുതൽ 180 വരെ. ഏറ്റവും താഴത്തെ സ്ലാബ്, ഏറ്റവും താഴത്തെ 80 വരെയുള്ളതാണ്. അതിന് രണ്ടാമത്തെ സ്ലാബിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 81 മുതൽ 150 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് 50 രൂപയായിട്ടാണ് സ്ക്വയർ മീറ്ററിന് വർദ്ധിപ്പിച്ചത്. അത് 25 രൂപയായി കുറയും. 50%-ന്റെ കുറവ്. മുനിസിപ്പാലിറ്റികളിൽ ഈ കാറ്റഗറി 81, 150 70 വർദ്ധിപ്പിച്ചത്. അത് 35 കുറയും. കോർപ്പറേഷനിൽ 100 വർദ്ധിപ്പിച്ചത്. അത് 40 രൂപയായിട്ട് കുറയും. ഈ 81 മുതൽ 150 വരെയുള്ള കാറ്റഗറി. 151 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ പഞ്ചായത്തുകളിൽ 100 50 കുറയും. മുനിസിപ്പാലിറ്റികളിൽ 120 60 കുറയും. കോർപ്പറേഷനിൽ 150 70 കുറയും. 300 സ്ക്വയർ മീറ്ററിന് മുകളിൽ വീടുകളുടെ നിരക്ക് പഞ്ചായത്തിൽ 150 നിന്ന് 100 കുറയും. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും 200 നിന്ന് 150 അതായത് 300 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ളവരുടെ കുറയുന്ന നിരക്ക് 33%. 300 സ്ക്വയർ മീറ്ററിന് മുകളിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3200 സ്ക്വയർ ഫീറ്റ് വരും. അതിന് മുകളിലുള്ളവർക്ക് കുറയുന്നത് 33%, 1/3 കുറയും. മറ്റുള്ളവർക്ക്, അതിൽ താഴെയുള്ളവർക്ക് പകുതി കുറയും. ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. 81 മുതൽ 300 വരെയുള്ളത് നിലവിലുള്ള നിരക്കിന്റെ പകുതി കുറയും. വർദ്ധിപ്പിച്ച നിരക്കിന്റെ പകുതി ആയിട്ടത് കുറയ്ക്കും. 300-ന് മുകളിലുള്ളത് 1/3 നിരക്ക് കുറയും. ഇതേപോലെ വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കിലും കുറവുണ്ട്. ഓരോ സ്ലാബിലും അതിലും കുറവ് വരുന്നുണ്ട്. അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒടുക്കേണ്ട 1 വർഷത്തെ വസ്തുനികുതി സാമ്പത്തിക വർഷത്തിന്റെ ആദ്യം, അതായത് ഏപ്രിൽ 30-നകം, ആദ്യത്തെ മാസം ഏപ്രിൽ 30-നകം ഒടുക്കുകയാണെങ്കിൽ 5% ഇളവും അവർക്ക് അനുവദിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. വസ്തുനികുതി സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ മാസം തന്നെ അടയ്ക്കുന്നവർക്ക് 5%-ന്റെ ഇളവും നൽകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതാണ് നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. വേറെ കുറച്ചധികം കാര്യങ്ങളുണ്ട്, അത് മറ്റൊരവസരത്തിൽ പറയാം. കുറച്ചുകൂടി സമഗ്രമായിട്ടുള്ള ചില പരിഷ്കാരങ്ങൾക്ക് സർക്കാർ തദ്ദേശ
സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. അത് പിന്നീടൊരു അവസരത്തിൽ അത് വിശദീകരിക്കുന്നതാണ്. ഇതിപ്പോൾ നികുതിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രസ് റിലീസ് കിട്ടി കാണുന്നതായിരിക്കും. ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവാം. അല്ല, പ്രതിപക്ഷം അങ്ങനെ എതിർപ്പ് അറിയിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷം സ്വീകരിച്ച സമീപനം ശക്തമായി എതിർക്കാതിരിക്കുക, എന്നാൽ ഈ അടിസ്ഥാനരഹിതമായ പ്രചരണം നടത്തുക, ഈ പണം മുഴുവൻ സർക്കാർ കൊണ്ടുപോകുന്നു എന്ന പ്രചരണം നടത്തുക, ഈ പണം മുഴുവൻ വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുക. അതിൽ ഞാൻ ഒരു കാര്യം പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ച സ്ലാബിൽ ഏറ്റവും താഴ്ന്ന നിരക്കെടുക്കാം. പക്ഷേ പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ എടുത്തത് ഉയർന്ന നിരക്കാണ്. എന്നിട്ട് സർക്കാരിനെ കുറ്റപ്പെടുത്തി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സർക്കാർ നിശ്ചയിച്ചതാണ് എന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തി. സർക്കാരിൻ്റെ കൊള്ള എന്നാണ് വിശേഷിപ്പിച്ചത്. നേട്ടം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത്, പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഉണ്ടായി. അപ്പം അതാണ് പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട്. ഇത് വേണം എന്നതായിരുന്നു അവരുടെ നിലപാട്. ഈ പണം വേണം, പക്ഷേ സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിച്ചു. തീർച്ചയായിട്ടും CPIM ഇക്കാര്യത്തിൽ പുനഃപരിശോധന സാധ്യമാണോ എന്ന് ആലോചിക്കണം എന്ന് നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ നിർദ്ദേശിക്കുന്നത് ഉചിതമായിട്ടുള്ള കാര്യമാണല്ലോ. അല്ല, ഞാൻ പെർമിറ്റ് ഫീസിന്റെ കാര്യത്തിലും അവർ ഈ തുക ഉപയോഗിച്ചിട്ടുണ്ട്. വാങ്ങില്ല എന്ന് പ്രമേയം പാസ്സാക്കിയെങ്കിലും എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. എല്ലാത്തിലും പാസ്സാക്കിയിട്ടുണ്ട്. പ്രമേയം പാസ്സാക്കുന്നതിൽ ഒരു പിശുക്കും കാണിച്ചിട്ടില്ല, കാശ് വാങ്ങുന്നതിൽ ഒരു മടിയും കാണിച്ചിട്ടില്ല. അതാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ പ്രതിപക്ഷം നിയമസഭയിൽ എതിർക്കാത്ത കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. നിയമസഭയിൽ 14 മാസം മൗനം പാലിച്ചു. 2023 ഏപ്രിൽ 10 ഇത് നടപ്പായി. 2024 ജൂൺ 12 ശേഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പ്രതിപക്ഷം സഭയിൽ ഇത് ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ വേറെ ഉണ്ട്, അത് വേറെത്ര ചർച്ച ചെയ്താ. പെർമിറ്റ് ഫീസ് ചില്ലിക്കാശ് കൂട്ടിയില്ലെങ്കിലും ആ രാഷ്ട്രീയ കാരണങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണല്ലോ. അത് വേണ്ടത്ര ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതും ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആളുകൾ പെർമിറ്റ് ഫീ നോക്കിയിട്ടാണ് വോട്ട് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, അതാ പറഞ്ഞു, സർക്കാരിനെതിരെ ഒരു അടിസ്ഥാനരഹിതമായ പ്രചരണത്തിന് അത് വഴി തുറന്നു. കാരണം സർക്കാർ എന്താ ഉദ്ദേശിച്ചത്? സതുദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. ഇവർക്ക് കുറച്ച് വരുമാനം കിട്ടിക്കോട്ടെ എന്നാണ് സർക്കാർ കരുതിയത്. പക്ഷേ ഇത് മുഴുവൻ സർക്കാരിൻ്റെ കൊള്ളയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അതിന് അതെ അങ്ങനെ സർക്കാർ ഇത്രയും പഴി ചുമക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, ഇങ്ങനെ ഒരു പൊതുജനാഭിപ്രായം ഇതെന്തോ സർക്കാർ അന്യായമായി കൊള്ളയടിക്കുകയാണെന്ന് വരുമ്പോൾ സർക്കാരിനല്ലല്ലോ പ്രയോജനം കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പൊ വേറെ അനുദിനം ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഓരോ ദിവസവും എനിക്ക് വാട്സാപ്പിൽ ഇങ്ങനെ കിട്ടുകയാണ്, ഇത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടാണ്. ഇപ്പോൾ നിർമ്മാണ തൊഴിലാളി സെസ് സർക്കാരിൻ്റെ കൊള്ള എന്ന് പറഞ്ഞ അടുത്ത പ്രചരണം നടക്കുകയാണ്. ഇതൊന്നും അത് KPCCയുടെ ഡിജിറ്റൽ വിഭാഗം ആസൂത്രിതമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്, അല്ലാതെ ഈ എന്താ പറയുക ആരെങ്കിലും ചെയ്ത വീഡിയോ അല്ല. ഇതുപോലെ മൈക്കൊക്കെ ഷർട്ടിൽ പിടിപ്പിച്ച് നല്ല ഒരു അഭിനേതാവിനെ കൊണ്ടുവന്നിരുത്തിയിട്ടാണ് ആ വീഡിയോ ചെയ്യിപ്പിക്കുന്നത്. അത് ആളുകൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുകയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ്, യഥാർത്ഥത്തിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ് സംസ്ഥാനം പിരിക്കുന്നതാണോ?
1995 നരസിംഹറാവു ഗവൺമെന്റ് പാസ്സാക്കിയ നിയമപ്രകാരമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ്. ഇപ്പൊ ആകെ വന്ന മാറ്റം എന്താണ്? ഇന്ത്യയിൽ എല്ലായിടത്തും ഈ സെസ് പിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. കേരളത്തിൽ മാത്രം തൊഴിൽ വകുപ്പായിരുന്നു ഇതുവരെ പിരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ത്യയിൽ എല്ലായിടത്തും പിരിക്കുന്നത് പോലെ തന്നെ കേരളത്തിലും പിരിക്കണം എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, കാരണം ഇവിടെ മാത്രം തൊഴിൽ വകുപ്പ്, ബാക്കി എല്ലായിടത്തും നിയമത്തിൽ തന്നെ പറയുന്ന വ്യവസ്ഥ തദ്ദേശ സ്ഥാപനങ്ങൾ പിരിക്കണമെന്നതാണ്. നിയമത്തിൽ തന്നെയുള്ള വ്യവസ്ഥ അതാണ്. പക്ഷെ നമ്മൾ തൊഴിൽ വകുപ്പാണ് പിരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെയും ഇപ്പോൾ രാജ്യത്തെല്ലായിടത്തും എന്നതുപോലെ നിലവിലുള്ള ഒരു സെസ് തദ്ദേശ സ്ഥാപനങ്ങൾ പിരിക്കണം എന്ന് തീരുമാനിച്ചു. അത് നിലവിലുള്ള സെസ്സാണ്. എത്ര കാലമായിട്ടുള്ളതാണ്? അത് 30 കൊല്ലമായിട്ട് ഉള്ള ഒരു സെസ്സാണ്. ഇപ്പോൾ പ്രചരണം നടക്കുകയാണ്, സർക്കാർ പുതിയ എന്തോ ഒരു നികുതി അടിച്ചേൽപ്പിക്കുന്നു എന്ന മട്ടിൽ ഈ പ്രചരണം നടക്കുന്നു. നിയമസഭയിൽ ഞാൻ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ പ്രതിപക്ഷത്തോട്? ഒരക്ഷരം പ്രതിപക്ഷം വേണ്ടിയില്ലല്ലോ, ഒരക്ഷരം വേണ്ടിയില്ല. കാരണം കേന്ദ്ര നിയമമാണ്, നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ? അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2% വരെ സംസ്ഥാനങ്ങൾക്ക് പിരിക്കാം. ഈ എസ്റ്റിമേറ്റിന്റെ നിർമ്മാണ ചെലവിന്റെ 2% വരെ സെസ് പിരിക്കാം. മിനിമം 1% പിരിക്കണം എന്നാണ്. കേരളം മിനിമമേ എടുക്കുന്നുള്ളൂ, 1% എടുക്കുന്നുള്ളൂ. അത് തന്നെ പരിഷ്കരിക്കേണ്ടതാണെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം. 95 നിശ്ചയിച്ചതാണ് 10 ലക്ഷത്തിന് മുകളിൽ, 10 ലക്ഷവും അതിന് മുകളിലും ഉള്ളവരെല്ലാം 1% സെസ് കൊടുക്കണം എന്നത്. അത് 30 കൊല്ലം മുമ്പ് നിശ്ചയിച്ച പരിധിയാണ്. ആ പരിധി കാലാനുസൃതമായിട്ട് വർദ്ധിപ്പിച്ചാൽ ഒട്ടേറെ ആളുകൾക്ക് ആശ്വാസം കിട്ടും. ഈ സാധാരണക്കാർക്കൊക്കെ ആശ്വാസം കിട്ടും. ആരാ ചെയ്യേണ്ടത്? കേന്ദ്ര സർക്കാരാണ് സ്വീകരിക്കേണ്ടത്. നിയമ ഭേദഗതി വരുത്തണം. പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിൽ ഭേദഗതി വരുത്തി ഈ 10 ലക്ഷം എന്ന പരിധി ഉയർത്തി സാധാരണക്കാർക്ക് ഇളവും ആശ്വാസവും കൊടുക്കണം എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. നോ 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 ഒരിക്കലും സർക്കാരിന് എടുക്കാൻ പറ്റില്ല. അതല്ല, എല്ലാ കാലത്തും ഉള്ളതാണ്. അതിന് പെർമിറ്റ് ഫീ വർദ്ധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ തുകകളാണ്. അത് പലപ്പോഴും MLA-മാരുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അവരുടെ മണ്ഡലങ്ങളിൽ എത്രയോ പരിപാടിക്ക് കൊടുക്കാറുണ്ടല്ലോ. എത്രയോ MLA-മാർ ഇപ്പോഴും എൻ്റെ മുമ്പിൽ നിരവധി MLA-മാരുടെ കത്തുകൾ ഇരിക്കുകയാണ്. അതൊരു പുതിയ കാര്യമേ അല്ലല്ലോ. സംസ്ഥാന തലത്തിലും ഒറ്റ പരിപാടിക്ക് മാത്രമേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഒറ്റ പരിപാടിക്ക് ഉണ്ടായിട്ടുള്ളൂ. അതും സംസ്ഥാന തലത്തിലുള്ള പരിപാടിയല്ല, അതാത് സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നവകേരള സദസ്സായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതാത് സ്ഥലത്ത് അത് സംഘടിപ്പിക്കാൻ വേണ്ടിയാണ്. അത് പ്രാദേശികമായ സംഘാടനത്തിനാണ്. പ്രാദേശികമായ സംഘാടനത്തിന് ഓൺ ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കാൻ സർക്കാരിൻ്റെ ഒരു അനുമതി വേണം. ഒരു നടപടിക്രമം മാത്രമാണത്. ആ അനുമതിയെ കൊടുക്കാറുള്ളൂ, അല്ലാണ്ട് പിടിച്ചു വാങ്ങാൻ പറ്റില്ല. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തദ്ദേശ സ്ഥാപനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമല്ലാതെ അതിനുള്ള അനുമതി മാത്രമേ സർക്കാർ കൊടുക്കാറുള്ളൂ. അല്ലാതെ തദ്ദേശ സ്ഥാപനത്തിന്റെ ഓൺ ഫണ്ടിൽ നിന്ന് ചില്ലിക്കാശ് സംസ്ഥാന സർക്കാരിന് വാങ്ങാനാവില്ല. നമ്മൾ വസ്തുതാപരമല്ലാത്ത കാര്യം പറയരുത്. എന്ത് ചെയ്യണം? അവർക്കതിൽ നിന്ന് പ്രത്യേകമായൊരു കാര്യത്തിന് വിനിയോഗിക്കണമെങ്കിൽ അവർ സർക്കാരിൻ്റെ അനുമതി തേടണം. അനുമതി കൊടുക്കുക എന്ന് മാത്രമേ സർക്കാർ ചെയ്യാറുള്ളൂ. ഏറ്റെടുക്കുകയല്ല, നിയമത്തിലെ വ്യവസ്ഥ നമുക്ക് ഏറ്റെടുക്കാതിരിക്കാൻ നിർവാഹമില്ല, അത്രയേ ഉള്ളൂ. അല്ല, നമ്മുടെ മുമ്പിൽ വേറെ മാർഗമില്ല. കേന്ദ്ര നിയമത്തിലെ വ്യവസ്ഥയാണ് അത്. ഇത്രയും കാലം ഇവിടെ നടപ്പാക്കിയിട്ടില്ല എന്നൊരു പ്രശ്നമായിട്ട് വന്നു, നമുക്കത് നടപ്പാക്കേണ്ടി വന്നു. ഒന്നാമത് ഇത് ഈ ആളുകൾക്ക് പെർമിറ്റ് എടുക്കുമ്പോഴാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഒക്യുപ്പൻസിയുടെ ഘട്ടത്തിൽ മാത്രമേ ഇത് വാങ്ങുന്നുള്ളൂ. കേൾക്കൂ, ആരും നേരിട്ട് പോയിട്ട് വീട് വീടാന്തരം കയറി പിരിക്കുന്നൊന്നുമല്ല. പിന്നെ എങ്ങനെ അധിക ജോലി ഭാരം വരുന്നത്? ഇങ്ങോട്ട് ആൾ കൊണ്ടു കൊടുക്കുന്നതിന് മറ്റേ വാങ്ങി വെക്കുന്ന ഭാരമാണോ ഈ പറഞ്ഞത്? പിന്നെന്താ? അത് 1%. ഏത് ഈ പിരിക്കുന്ന തുകയുടെ 1%, അല്ലാണ്ട് നിർമ്മാണ ചെലവിന്റെ 1%. അത് ഇതിൽ നിന്നാണ്. അത്
ഈ ക്ഷേമനിധി തരുന്നതാണ്, അല്ല അഡീഷണൽ അല്ല. അല്ല അഡീഷണൽ അല്ല. ആയിക്കോട്ടെ, നമുക്ക് ഇത് പിരിക്കണം എന്ന് യാതൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. നിയമത്തിലെ വ്യവസ്ഥ ഉള്ളതുകൊണ്ട് മാത്രമാണ്. പിരിക്കുന്നത് കൊണ്ട് സർക്കാരിന് എന്ത്, അല്ല തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എന്ത് പ്രയോജനം? ഇത് തൊഴിലാളികൾക്ക്, ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇത് ക്ഷേമനിധിയിൽ അംഗങ്ങളാണ്, അവർക്ക് ആനുകൂല്യം കൊടുക്കാനുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ മാത്രം തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയല്ല, തൊഴിൽ വകുപ്പ് വഴിയാണ് ഇത് പിരിക്കുന്നത്. നിയമത്തിലെ വ്യവസ്ഥ തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ പിരിക്കണം എന്നതാണ്. എന്ന് വന്നപ്പോൾ നമ്മളത് നടപ്പാക്കുന്നു, അത്രയേ ഉള്ളൂ. നിയമം നമുക്ക് നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ? ഇതിലെ ഏറ്റവും പ്രധാന പ്രശ്നം ഇതാണ്. അതാണ് മാധ്യമങ്ങളും ഉയർത്തേണ്ട ഒരാവശ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഈ 10 ലക്ഷം എന്ന പരിധി 30 കൊല്ലം മുമ്പ് നിശ്ചയിച്ചതാണ്. അത് ഉയർത്തണം, കാലാനുസൃതമായിട്ട് ഉയർത്തണം. ഉയർത്തിയാൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് ആശ്വാസമായിട്ടത് മാറും. നമ്മുടെ സാധാരണക്കാർക്ക് എല്ലാവർക്കും അത് ആശ്വാസമാവും. മുൻകാല പ്രാബല്യം എത്രത്തോളം പ്രായോഗികമാവുമെന്ന് അറിയില്ല. കാരണം കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കുന്നതിൻ്റെ പ്രായോഗികത പരിശോധിക്കേണ്ടി വരും. എന്തായാലും ഉടൻ ഇത് നടപ്പിൽ വരും, എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിൽ വരും. ഓഗസ്റ്റ് 1 മുതൽ തന്നെ വരും. അല്ല, അത് കഴിഞ്ഞ് അപേക്ഷിച്ചാൽ മതി. ഓഗസ്റ്റ് അതല്ലേ ഇപ്പം ഇന്ന് പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണ്. ഓഗസ്റ്റ് 1 മുതൽ നമുക്ക് അങ്ങനെയല്ലേ ഒരു തീയതി വിശേഷത്തിലേ ചെയ്യാൻ പറ്റൂ. അത് പരിശോധിക്കും. അതിന് പ്രായോഗികമായിട്ടത് സാധ്യമാണോ എന്നുള്ള കാര്യം പരിശോധിക്കും. എനിക്കിപ്പോൾ തീർത്ത് പറയാൻ പറ്റില്ല. അതെ, അതുകൊണ്ട് അല്ലല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോഴാണല്ലോ നമ്മൾ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ഈ അടച്ച നികുതി തിരിച്ചു കൊടുക്കുക എത്രത്തോളം പ്രായോഗികമാണെന്ന് ഇപ്പോൾ പറയാനാവില്ല. അത് കൂടുതൽ ചർച്ചയൊക്കെ നടത്തിയിട്ട് സാധ്യമാണെങ്കിൽ ആ സാധ്യത പരിശോധിക്കും. അന്ന് ഏപ്രിൽ 10 മുമ്പ് വന്നത്. ഏപ്രിൽ 10 മുമ്പ് വന്ന് ആ പ്രശ്നം പരിഹരിച്ചതാണ്. പിന്നീട് അതൊരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം കഴിഞ്ഞ ഒരു കൊല്ലത്തെ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അതിൻ്റെ സാധ്യത പരിശോധിക്കുമെന്നേ പറയാൻ ഇപ്പോൾ പറ്റും. പ്രായോഗികമായിട്ട് എത്രത്തോളം കഴിയുമെന്ന് നോക്കണം. കുറച്ച് വരും അത്. അല്ല, അവർക്ക് നിയമാനുസൃതമുള്ള മാർഗങ്ങൾ കണ്ടെത്താം. പക്ഷേ നികുതിയൊക്കെ വർദ്ധിപ്പിക്കണമെങ്കിൽ സർക്കാർ അനുമതി വേണം. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണ്? അനുമതി കൊടുക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. പൈസ മുഴുവൻ അവർക്ക് തന്നെയല്ലേ കിട്ടിയത്. പ്രചരിപ്പിച്ചത് എന്താ? സർക്കാരിൻ്റെ കൊള്ള എന്നാണ്. സർക്കാരിൻ്റെ കൊള്ള എന്നാണല്ലോ പ്രചരിപ്പിച്ചത്. ഇത് തീർച്ചയായിട്ടും ഈ കുറയ്ക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വരുമാനം ശോഷണം തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ടാവും. അപേക്ഷ ഓഫീസിൽ എല്ലാത്തിലും വരും. വിശദമായിട്ട് അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വർദ്ധിപ്പിച്ച എല്ലാ ഫീസിലും ആനുപാതികമായിട്ടുള്ള കുറവ് വരും. കേന്ദ്ര ബജറ്റിൽ SBM അർബൻ, പിന്നെ സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡ്, ഇതൊക്കെയാണ് മാലിന്യ സംസ്കരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിന് ഇപ്പോൾ മറ്റേ SBM ഗ്രാമീൺ ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് കീഴിലുള്ള തുകകളാണ് മാലിന്യ സംസ്കരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡിൻ്റെ കാര്യത്തിൽ അതാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞത്. ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡ് കേരളത്തിന് 2023-24 1,200 കോടി രൂപ ബാലൻസാണ് കിട്ടാൻ. 1,200 കോടി രൂപ 24-25 ആദ്യ ഗഡു ഇതുവരെ തന്നിട്ടുമില്ല. ഇതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനം. അതിന് പുറമെയാണ് 24 നഗരസഭകൾക്ക് ഒറ്റ പൈസ കിട്ടാത്തത്. ഒരു പൈസയും അവർക്ക് കിട്ടിയിട്ടില്ല. അത് ഈ തനത് നികുതി വരുമാന വളർച്ച സ്റ്റേറ്റ് GDPയുടെ വളർച്ചാ നിരക്കിനൊപ്പമല്ല, അതിനേക്കാൾ താഴെയാണ് എന്നതിൻ്റെ പേരിലാണ് 24 അതിൽ 15 മറ്റോ UDF ഭരിക്കുന്നതുമാണ്. അക്കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്.
അപ്പോൾ ഈ സ്ഥിതിയാണ് തദ്ദേശ സ്ഥാപനങ്ങളോട്, അത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് നൽകേണ്ടതാണ്, കേന്ദ്രത്തിൻ്റെ ഔദാര്യമല്ല. ഭരണഘടന പ്രകാരം കേന്ദ്ര സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട വിഹിതമാണ് ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ്. അത് നിഷേധിച്ചത് എന്ത് പറഞ്ഞിട്ടാണെന്നറിയാമോ? ഭരണഘടനാ വ്യവസ്ഥ ഉള്ളൊരു കാര്യം പിന്നെ നിഷേധിക്കുന്നത് ഫിനാൻസ് വകുപ്പ്, കേന്ദ്ര ധനകാര്യ വകുപ്പ് ഒരു ഉത്തരവിറക്കുകയാണ്. ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശയിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യം കേന്ദ്ര ഗവൺമെന്റ് തന്നെ പുറപ്പെടുവിച്ച ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം പറഞ്ഞ് പിന്നീട് അവസാന ഘട്ടത്തിൽ ഒരു ഉത്തരവിറക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? പൈസ തരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുടന്തൻ ന്യായം എന്ന നിലയിലാണ്. എങ്ങനെയാണ് ഭരണഘടന പ്രകാരം നൽകേണ്ട ഒന്ന് ഫിനാൻസിന്റെ ഒരു ഉത്തരവ് വഴി തടഞ്ഞു വെക്കുന്നത്? കേരളത്തിലെ എം പിമാരോട് ഇത് എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. 1100 കോടിയാണ് കിട്ടാനുള്ളത്. പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ തുച്ഛമായ വിഹിതമാണ് കേന്ദ്രത്തിൻ്റെത്. 200ഉം 300ഉം ഒക്കെയാണ്. അത് 300 കോടി കിട്ടാനാണ്. 3 കൊല്ലത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ കേന്ദ്രമന്ത്രി പോയി നേരിട്ട് കണ്ട് ഇടപെട്ടിട്ടാണ് അന്ന് 3 കൊല്ലത്തെ കുടിശ്ശിക 602 കോടി തന്നത്. ഇപ്പോൾ ഒരു 300 കോടി വീണ്ടും കുടിശ്ശിക ഇതുവരെ തന്നിട്ടില്ല. അതുപോലെ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫണ്ട് സംസ്ഥാനങ്ങൾക്കുള്ളത് അത് അനുവദിച്ചിട്ടില്ല. ഇൻക്യുബേഷൻ ഓഫ് ന്യൂ സിറ്റീസ് നമ്മൾ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്, ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ഇനി ഇതെല്ലാം പോട്ടെ, ഏറ്റവും ഒടുവിൽ ഇന്നലത്തെ ബജറ്റിൽ തൊഴിലുറപ്പിൻ്റെ വിഹിതം കഴിഞ്ഞ വർഷം ചെലവഴിച്ചതിനേക്കാൾ കുറവാണ്. 1,00,000 കോടിയിലധികം കഴിഞ്ഞ വർഷം ചെലവഴിച്ചു, ഇത്തവണ 86,000 കോടി വെച്ചിട്ടുള്ളത്. ഉദ്ദേശം വളരെ വ്യക്തമാണ്, തൊഴിലുറപ്പിനെ അട്ടിമറിക്കുക എന്നതാണ്. ഇപ്പൊ കേരളത്തിന് 2022-23 അപേക്ഷിച്ച് 23-24 769 കോടി തൊഴിലുറപ്പിൽ വിഹിതം കുറഞ്ഞു. അതിനേക്കാൾ കുറയും ഈ വർഷം എന്നുള്ളതല്ലേ ഇപ്പോൾ വ്യക്തമാവുന്നത്. 769 കോടി കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഫണ്ട് തൊഴിലുറപ്പ് ഫണ്ടാണ്. അതിൽ 769 കോടി കുറവാണ് കഴിഞ്ഞൊരു വർഷം ഉണ്ടായിട്ടുള്ളത്. അതിനേക്കാൾ കുറേ അടുത്ത വർഷം. അത് ഇന്ത്യയിൽ ഏറ്റവും നന്നായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം, ഏറ്റവും നന്നായിട്ട്. അതിൻ്റെ 8 മാനദണ്ഡങ്ങളിൽ 4 എണ്ണത്തിൽ ദേശീയ തലത്തിൽ നമ്മൾ ഒന്നാമതാണ്, 4 എണ്ണത്തിൽ ദേശീയ തലത്തിൽ രണ്ടാമതാണ്. മാത്രമല്ല 100% സോഷ്യൽ ഓഡിറ്റ് നടപ്പാക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. ഏറ്റവും ഫലപ്രദമായിട്ടാണ് നമ്മൾ നടപ്പാക്കുന്നത്. ആ കേരളത്തിനാണ് ഈ വെട്ടിക്കുറവ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം അങ്ങേയറ്റം വിനാശകരമാണ് കേരളത്തെ സംബന്ധിച്ച്. അത് ഈ ബജറ്റോടുകൂടി ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ്. കേരളത്തിലെ എം പിമാർ ഒറ്റക്കെട്ടായിട്ട് ഈ പ്രശ്നം ഉന്നയിക്കേണ്ടതാണ്. ഇപ്പോൾ ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻറ്റൊക്കെ ഇത്രയും തുക തരാതെ പിടിച്ചു വെക്കുക എന്നുള്ളതിന് എന്ത് ന്യായീകരണമാണ് നൽകാനുള്ളത്? ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും അത് ബോധ്യം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതുവരെ പറയുമ്പോൾ ഞങ്ങളുടെ എന്തോ മാത്രം കാര്യമായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. ഇപ്പോൾ ഒരു മാറ്റം വന്നതായിട്ട് കാണുന്നു. ഇന്നലെ KPCC പ്രസിഡന്റ് പറഞ്ഞതായിട്ട് ടെലിവിഷൻ ചാനലുകളിൽ കണ്ടു, യോജിച്ച സമരം വേണം എന്ന്. വൈകിയാണെങ്കിലും അങ്ങനെ ഒരു വെളിപാട് ഉണ്ടാവുന്നത് നല്ലതാണ്. യോജിച്ച സമരത്തിനല്ലേ ഞങ്ങൾ വിളിച്ചത് ഡൽഹിയിലേക്ക്? അന്ന് യോജിച്ച സമരത്തിന് വിളിച്ചതാണല്ലോ. ഇന്ന് ഏറെക്കുറെ മിക്കവാറും മാധ്യമങ്ങളെല്ലാം ഇങ്ങനെയൊരു സംസ്ഥാനമുണ്ട് എന്ന് ഓർമ്മിക്കണമെന്ന് പറഞ്ഞ് മുഖപ്രസംഗവും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരുന്നു എന്നതിൽ സന്തോഷമുണ്ട്. അത് കൂടുതൽ അതിന് പിന്തുണ കിട്ടുന്നു എന്നതിലും സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചെറുക്കേണ്ട ഒരു അവഗണനയാണ് കേരളത്തോട് ഇപ്പോൾ കാണിച്ചുകൊണ്ട്. അവഗണന എന്ന് പറഞ്ഞാൽ പോരാ, ക്രൂരമായ വിവേചനം എന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാൻ. നമുക്ക് ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ, പ്രതിഷേധിക്കാനൊക്കെ എല്ലാവർക്കും അവകാശമില്ലേ? അത് കുറച്ച് വരും. കാരണം ഇന്റേണൽ വിജിലൻസ് സംവിധാനം എന്ന് പറഞ്ഞാൽ പരിശോധിക്കാനുള്ളതാണ്. പരിശോധിച്ച് ക്രമക്കേട് കണ്ടെത്തിയാൽ നടപടി ഉണ്ടാവും. അതാണ് കാര്യമെങ്കിൽ അത് ഇനിയും തുടരും, പരിശോധനകളൊക്കെ തുടരും. ഇപ്പോൾ
ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരോട് കർശന പരിശോധന നടത്താൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ധാരാളം ആക്ഷേപങ്ങൾ വരുന്നുണ്ട്, നിരവധി ആക്ഷേപങ്ങൾ കിട്ടുന്നു. സമയബന്ധിതമായിട്ട് മറ്റേ ഫയലുകൾ തീർപ്പാക്കുന്നില്ല, സേവനം ലഭിക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള, പ്രത്യേകിച്ച് സമയബന്ധിതമായി സേവനം ലഭിക്കാത്തത് സംബന്ധിച്ചിട്ടുള്ള പരാതികൾ വരുമ്പോൾ അവിടെ പരിശോധന നടക്കും. ഓരോരുത്തർക്കും ഫയൽ കൈവശം വയ്ക്കാവുന്ന സമയം ഉണ്ട്, ഇത്ര ദിവസം ഒരു സീറ്റിൽ കൈവശം വയ്ക്കാവുന്നത്. അതിനൊക്കെ വിരുദ്ധമായിട്ട് ആഴ്ചകൾ, മാസങ്ങളൊക്കെ ഫയൽ കൈവശം വെച്ചിരുന്നാൽ വിശദീകരിക്കേണ്ടി വരും. തൃപ്തികരമായ വിശദീകരണം അല്ലെങ്കിൽ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ നടപടിയും വരും. ജീവനക്കാരോടൊക്കെ ഏറ്റവും എന്താ പറയുക, അവർക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ തദ്ദേശ വകുപ്പിൽ കഴിഞ്ഞ വർഷം ഓൺലൈൻ ട്രാൻസ്ഫർ നടപ്പാക്കി. ഈ വർഷം ഓൺലൈൻ ട്രാൻസ്ഫറിൻ്റെ പ്രക്രിയ നടക്കുകയാണ്. ഒരു തരത്തിലുള്ള എന്താ പറയുക സ്വാധീനവുമില്ലാതെ പൂർണ്ണമായും സുതാര്യമായിട്ടാണ്. എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ മാനദണ്ഡങ്ങൾ. എല്ലാ സംഘടനകളുമായി ചർച്ച ചെയ്തിട്ട മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി. കേൾക്കൂ എല്ലാ സംഘടനകളുമായും ചർച്ച ചെയ്തിട്ടാണ് ഈ ഓൺലൈൻ ട്രാൻസ്ഫറിൻ്റെ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി. അവരുടെ നിർദ്ദേശങ്ങൾ മുഴുവൻ പരിഗണിച്ചു. അവർ ഏകകണ്ഠമായി അംഗീകരിച്ച മാനദണ്ഡങ്ങളാണ്. ആ മാനദണ്ഡ പ്രകാരം മാർക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യൂ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ക്യൂ ലിസ്റ്റ് ആർക്കും മറികടക്കാൻ പറ്റില്ല, അതെല്ലാവർക്കും കാണാൻ പറ്റും. അത് പ്രകാരമാണ് നടക്കുന്നത്. ഇത്രയും സുതാര്യമായിട്ട് കേരളത്തിലെ LDF സർക്കാരിൻ്റെ കാലത്ത് അല്ലാതെ എപ്പോഴാണ് നടന്നിട്ടുള്ള ട്രാൻസ്ഫർ? അപ്പോൾ അതിലൊക്കെ അവർ വളരെ തൃപ്തരാണ്. അതൊക്കെ സമയത്തിനനുസരിച്ച് നടക്കും. വൈകലൊന്നും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ റെയിൽവേയുടെ DRM പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവർ സഹകരിക്കാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, സഹകരണ വാഗ്ദാനം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ആ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. നോക്കാം നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതിന് രേഖാമൂലം മറുപടി നൽകിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. പക്ഷേ അത്തരം കാര്യങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കാം, മുന്നോട്ട് പോകാം എന്ന് റെയിൽവേ സമ്മതിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോർപ്പറേഷനുമായിട്ട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്ലാസ്റ്റിക് നിരോധനം മാത്രമല്ല മാലിന്യത്തിൻ്റെ കാരണം. ശരിയാണ് ഈ പറഞ്ഞ അതിലൊരു വസ്തുതയുണ്ട്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധനം വേണ്ടത്ര പൂർണ്ണമായി നടപ്പാക്കില്ല. കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടും നടപ്പായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൻ്റെ കാരണം ഈ ചെറുകിട കച്ചവടക്കാരെയും ഒക്കെ അത് വളരെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ ഒരു പരിഗണന പല ഘട്ടത്തിലും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് കർശനമായിട്ട് നടപ്പാക്കണം എന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടുള്ളൊരു എതിർപ്പും സമ്മർദ്ദമൊക്കെ ഉയർന്നു വരുന്നത് ഈ വ്യാപാരി സംഘടനകളുടെയൊക്കെ ഭാഗത്തു നിന്നാണ്, പ്രത്യേകിച്ച് ചെറുകിട വ്യാപാരി സംഘടനകളുടെയൊക്കെ. അപ്പം അത് ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും അതിലുണ്ടാവില്ല, ഒരളവും അക്കാര്യത്തിൽ അനുവദിക്കില്ല. കർശനമായി തന്നെ നടപ്പാക്കും. എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്രചരണമാണ് വരിക, ഇതാ സർക്കാർ ദ്രോഹിക്കുന്നു എന്നാണ്. ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞു, ഒരു പ്രധാന പത്രം കൊടുത്ത വാർത്ത പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെയും മാലിന്യ സംസ്കരണത്തിൻ്റെയും പേരിൽ സർക്കാർ വ്യാപാരികളെ ദ്രോഹിക്കുന്നു എന്നാണ്. അപ്പോൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും കടുത്ത നടപടികൾ ഇനി സ്വീകരിക്കേണ്ടി വരും. അത് ഉടനാവും. നവംബർ 1 എന്നുള്ള തീയതിയാണ് കണ്ടിട്ടുള്ളത്. സാമ്പത്തിക വർഷത്തിൻ്റെ മധ്യത്തിൽ നടപ്പാക്കുന്നതിൻ്റെ പ്രായോഗികത മാത്രമാണ് ഇപ്പോൾ പ്രശ്നം. ബാക്കിയെല്ലാം സജ്ജമാണ്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം.